शुभ नामे जाहे। ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല, കയറിയതാണ് കേട്ടോ. അപ്പോഴാണ് ഇവിടെ രണ്ടാൾക്കാർ എത്തിപ്പാളി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഓഗസ്റ്റ് 15 അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചേച്ചീൻ്റെ അവിടെ വെച്ചിട്ട് ക്ലബിൻ്റെ ആൾക്കാർ പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഭയങ്കര ഒച്ചയും കലഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഒച്ച ഇട്ടിട്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. പിന്നെ അവിടെ ചെറുക്കന്മാർ DJ പോലെ വെറുതെ ബോക്സിൽ പാട്ടൊക്കെ ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് ഓലവിടെ നിൽക്കുകയാണ്. ഞാൻ വന്നിട്ട് വേഗം അപ്പം ചുട്ടുകൊണ്ട് നിൽക്കണം കേട്ടോ. കുറേ ദിവസമായി അപ്പം ഉണ്ടാക്കിയിട്ട്. അപ്പം ഇന്ന് അപ്പാണ് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇല്ല. കുട്ടികൾ സ്കൂൾക്കൊന്നും പോകണില്ല കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോവുക, പതാക ഉയർത്താൻ, പായസം കുടിച്ചാൽ പോരുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഓര് പോകണില്ലായിരുന്നു. പിന്നെ ഇവിടെ അടുത്ത് നഴ്സറിയിൽ പതാക ഉയർത്തണതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ പായസം ഉണ്ടാക്കണതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഞാനിങ്ങനെ പോവാൻ മടിച്ച് നിൽക്കേനെ. കുറേ ചെറുക്കന്മാർ, ചെറിയ ചെക്കന്മാരാണ് കേട്ടോ ഉണ്ടാക്കുന്നതൊക്കെ. പിന്നെ ചേച്ചീൻ്റെ പെരിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ചേച്ചിയും അയലൊക്കത്തെ താത്തയും മോലൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പോകാനൊരു മടി കേട്ടോ. ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മടിയാണല്ലോ. അപ്പോൾ എന്നെ വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോൾ ഞാനൊന്ന് പോയി കണ്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നിൽക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ മാറി ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇനി കേട്ടോ. എനിക്കാണെങ്കിൽ ആൾക്കാരെ അടിയിൽ പോയിട്ട് വീഡിയോ എടുക്കാനൊരു മടിയാണ്. അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പോവാൻ മടിച്ച് നിന്നതാണ് കേട്ടോ. കുറെ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മടി. അപ്പൊ പിന്നെ അയലകത്തെ താത്ത പറഞ്ഞു, വാവ് ചേച്ചി വീഡിയോ എടുക്കാൻ വരാത്തെന്താ എന്നൊക്കെ പറഞ്ഞു പിന്നെ വിളിച്ചപ്പോ അപ്പൊ പിന്നെ ഞാനിങ്ങനെ പോയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. ഇതൊന്നും ഒരു കുഴപ്പമില്ല. വേണ്ട പറഞ്ഞോളത്തിന്റെ പാലാണ് ഇതൊക്കെ പറയുന്നത്. എപ്പോഴേലൊക്കെ ഒന്ന് പോകുകയാണെങ്കിൽ സമയത്തായിരിക്കും എടുക്കണ്ടേ ഇറക്കി വെക്കി. അപ്പൊ ശരിക്കും പൊള്ളിയില്ലേ അണ്ണാ കൊള്ളിയില്ലേ? അങ്ങനെ കുറച്ചു നേരമൊക്കെ അവിടെ നിന്ന് വീഡിയോ എടുത്തപ്പോഴത്തേന് പിന്നെ ഓൽക്ക് വായൻ്റെ ഇല വേണം, പായസം മൂടിയൊക്കെ പറഞ്ഞപ്പോൾ വായൻ്റെ ഇല വെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. പായസത്തിന് വേണ്ട പ്രിപ്പറേഷൻസൊക്കെ ഇന്നലെ തന്നെ തുടങ്ങും കേട്ടോ. അതിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ രാവിലെ 4 മണിക്കൊക്കെ നീച്ചിട്ടൊക്കെ കാരണം തേങ്ങയൊക്കെ ചിരവട്ടോ എല്ലാവരും പാടെ കൂടിയിട്ട്. അതിനൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ ചേച്ചി ഇമ്പലും ചെറുക്കന്മാരും എല്ലാവരും കൂടിയിട്ട് ആണ് കേട്ടോ അങ്ങനെ ഇതാക്കുക. പിന്നെ ഇവിടെ തന്നെയാണ് നഴ്സറിക്ക്, ഇവിടെ അടുത്ത് തന്നെയാണ് നഴ്സറി എന്ന് ഞാൻ പറയില്ലേ, നമ്മൾ തൊട്ടടുത്താണ്ടെന്ന് ഞാൻ കാണിച്ചാലില്ലേ. അപ്പൊ നഴ്സറിക്ക് ഇവിടെ തന്നെയാണ് പായസം കൊണ്ടുപോകുക കേട്ടോ. അപ്പൊ അതിനൊക്കെ ഉള്ളത് ഈ ക്ലബിന്റെ ഭാഗമായിട്ട് ഇതാക്കും. പിന്നെ 8 മണിക്ക് പതാക ഉയർത്തലുണ്ട് കേട്ടോ. ക്ലബില് പതാക ഉയർത്തലുണ്ട്. ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് നനയൊക്കെ കഴിഞ്ഞ് കുട്ടികളെ കുളിപ്പിച്ചാലും കാര്യങ്ങളൊക്കെ ഓൾക്ക് ഫുഡ് എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 8:30 അപ്പൊ ക്ലബ്ബത്തെ പതാക ഉയർത്തലിന് പോകാൻ കൂടി കേട്ടോ. ഓടി പിടിച്ചൊരു ഫോട്ടോ എടുക്കാൻ വിളിച്ചീനാണ് കേട്ടോ. ആ മറിഞ്ഞു പോയിരിക്കണത് ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ് കേട്ടോ. ഇന്നലെ ആധാർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അക്ഷയത്തെ പെണ്ണ് ചില്ലറ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ ഞാൻ സമ്മതിപ്പിച്ച് ഞാൻ പറഞ്ഞു സ്കൂൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ ഞാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ പിന്നെ അങ്ങോട്ട് ഫോട്ടോ ഒക്കെ നിന്നോട്ടോ. അങ്ങനെ ക്ലബിലെ പതാക ഉയർത്തലൊന്നും കാണാൻ കൂടിയിട്ടില്ലെങ്കിലും പായസം കിട്ടിയിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ അത് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നഴ്സറിക്ക് പോയിട്ടുണ്ടേനി കേട്ടോ. ഇന്ന് നഴ്സറിത്തെ പതാക ഉയർത്തലെങ്കിലും കാണാലോ എന്ന് കരുതിയിട്ട്. പിന്നെ നമ്മള് നഴ്സറിന്റെ തൊട്ട അയലോകത്തേക്കാണ് നമ്മളെ അയലോകത്ത് താത്താന്റെ പേര. അപ്പൊ ആ മതിൽമ ചാരിയാണ് നിൽക്കുന്നത്. അപ്പൊ ഓൽക്ക് ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോവായിട്ട് ഓൽക്കും തന്നെ അങ്ങോട്ട് ഇറങ്ങി പോകാനൊരു മടി. രണ്ടാളും എന്റെ ഒപ്പം ഇവിടെ കൂടെ നിന്ന് കാണാണ് കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് നീനത്.
तरंगा तब शुभ नामे जाहे तब शुभ आशीष माहे गाहे तब जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय. അപ്പൊ ഇത് ക്ലബിന്റെ പതാക ഉയർത്തുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല പതാക ഉയർത്തുന്നതൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കുറച്ച് വീഡിയോ എനിക്ക് അയച്ചു തന്നത് ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. എന്നോട് പറഞ്ഞു ഇനി 8 മണിയാകുമ്പോൾ അങ്ങോട്ട് വരുകൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള പതാക ഉയർത്തണൊക്കെ വീഡിയോ എടുക്കാന്ന്. ഞാൻ 8:30 എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അത് മിസ്സായിട്ടുണ്ടായിനി. അപ്പൊ അതായത് ഒരു വീഡിയോ അയച്ചു തന്നപ്പോൾ പിന്നെ ഞാനത് ഇതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. ഈ ചെറുപ്പം മുതൽ തന്നെ നമുക്ക് ഈ ഓഗസ്റ്റ് 15 എന്നൊക്കെ പറയുമ്പോൾ പായസം കിട്ടുക, മുട്ടായി കിട്ടുക, ആ ഒരു വൈബ് നമ്മളെ മനസ്സിലിങ്ങനെ വരുമല്ലോ. അന്നൊരു സന്തോഷിക്കാറല്ലോ തലേ ദിവസമൊക്കെ ആയിട്ട്. ഇന്നൊരു ദിവസം വരാണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ആഗസ്റ്റ് ആവണ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് സന്തോഷിക്കാം. ആഗസ്റ്റൊക്കെ ചാടുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഇപ്പോഴും അതേമാതിരിയൊക്കെ തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് ഈ തൊട്ട് അടുത്ത് നഴ്സറിയൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ എപ്പോഴും അവിടെ പോലും പതാക ഉയർത്തണം കാണലും പായസം കുടിക്കലും. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ക്ലബിന്റെ വക അവിടെ നിന്നും കിട്ടി, നഴ്സറി പോയപ്പോൾ അവിടെ നിന്നും പായസം കിട്ടീനി കേട്ടോ. ക്ലബിൽ നിന്ന് കിട്ടിയപ്പോൾ അത് മക്കൾ രണ്ടാളും കുടിച്ചിട്ടുണ്ടേനി കേട്ടോ. പിന്നെ നഴ്സറി പോയപ്പോൾ ഓൽക്ക് പായസമൊക്കെ വാങ്ങിയിട്ട് പിന്നെ അത് ഞാനാ കുടിച്ചിട്ടുണ്ടേനി. അത് ഓൽക്ക് വേണ്ട ഇറങ്ങാണ്ട് ഓല് കുടിച്ചിട്ടുണ്ടേനില്ല. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചിന്റെ പരിപാടികൾ നോക്കാം. ഞാൻ കുറച്ച് വൻപയർ ഉണ്ടല്ലോ, എന്താ നമ്മളിവിടെ മമ്പയർ എന്നാണ് പറയാം. അതാണ് ഈ വൻപയർ എന്നൊക്കെ പറയാൻ തപ്പി പിടിച്ചിരുന്നത്. അപ്പൊ അത് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പൊ കുഞ്ഞുട്ടി മത്തം കണ്ടപ്പോ 2 ദിവസമായിട്ട് മത്തം കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുപ്പിച്ചല്ല, ഒരു മത്തം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മത്തം ഞാൻ ചെറിയ പീസ് കൊണ്ടുവന്നാൽ മതി എന്നാണ് പറയുന്നത്. മൂപ്പര് ഒരു വലിയ പീസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ 2 ദിവസം കഷ്ണം വെട്ടിയിട്ട് കറി വെച്ചിട്ടു. ഇനിയിപ്പോൾ അത് കറി വെച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ പിന്നെ മൂപ്പര് പറഞ്ഞത് എന്നാല് മറ്റേ എന്താ അതിന് പറയാ, എരിശ്ശേരിയോ അങ്ങനെ എന്തോ അല്ലേ പറയാ, മത്തനും വൻപയറും ഇട്ടിട്ട് വെക്കണ സാധനം അതുണ്ടാക്കി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു തേങ്ങയുണ്ട്, അന്നായിക്കോട്ടെ നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ പിടിച്ചുണ്ടാക്കണം കേട്ടോ. അതുകൊണ്ടാണ് അതൊന്ന് കുതിർത്തി വെക്കാൻ ഒന്നും പറ്റാഞ്ഞത്. എന്തായാലും ഞാൻ കുക്കറിൽ അത് ഒരടുപ്പത്ത് വെച്ചിക്കണേ. പിന്നെ നമ്മളെ മത്തന് ചെറിയ പീസാക്കിയിട്ട് അതും കട്ട് ചെയ്ത് വെച്ചിക്കണേ കേട്ടോ. ഇനിയിപ്പോൾ അതിക്ക് വേഗം ഒന്ന് അരപ്പുണ്ടാക്കി എടുക്കുക. ഇതൊക്കെയാണ് അതിക്ക് ചേർക്കുന്ന സാധനങ്ങൾ: തേങ്ങ, മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ ജീരകം, വെളുത്തുള്ളി, കുറച്ച് കാന്താരി എടുത്തുക്കണം കേട്ടോ. പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ കാന്താരി ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ എടുത്തത്. കുറച്ച് ദിവസം മുന്നേ ഇമ്മ വന്നപ്പോൾ കൊണ്ടുവന്നത് കേട്ടോ. അത് എപ്പോഴൊന്നും എടുക്കൂലെങ്കിലും എപ്പോഴെങ്കിലും എന്തൊക്കെയൊക്കെ എടുക്കും. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് അങ്ങനെ ഇതുവരെ കേടരാതെ നിന്നതാണ് കേട്ടോ. അപ്പൊ അതിന് കുറച്ചെടുത്തിട്ട് അതവിടെ ചതച്ച് വെച്ചിരിക്കണ കേട്ടോ. പിന്നെ നമ്മളെ വമ്പയർ ഞാൻ കുതിർക്കാതെ ഇട്ടതുകൊണ്ട് തന്നെ ഇവർക്ക് കണക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, അധികം ഒരു കറക്റ്റ് ആയി വന്നു. പിന്നെ ഞാൻ ബാക്കി ചതച്ച് വെച്ച സാധനങ്ങളും കുറച്ച് ഉപ്പാണ് കേട്ടോ ചേർത്തിട്ടുണ്ടെങ്കിൽ. ഉപ്പ് ചേർക്കാൻ മറന്നിട്ടുണ്ടേനി. അതൊക്കെ ചേർത്ത് ഒന്ന് മിക്സാക്കി ഒന്ന് ചൂടാക്കി എടുത്ത് പിന്നെ ഞാനൊന്ന് താളിച്ചും കൂടി എടുത്തുക്കണം കേട്ടോ. അപ്പം നമ്മളെ വൻപയർ എരിശ്ശേരി റെഡി. പേര തന്നെയാണെന്ന് വെച്ച് തോന്നണം കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ നമുക്ക് ഒരു കറിയും കൂടി ഉണ്ടാക്കി എടുക്കണം. അപ്പം ഞാൻ വെണ്ടക്ക തേങ്ങ അരച്ചുകാണ്ട് കറി വെക്കാന്നാണ് വിചാരിച്ചത് കേട്ടോ. അത് ഞാൻ വെണ്ടക്ക മേക്ക് പറ്റാം, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കാന്നൊക്കെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ പിന്നെ ഉപ്പേരി അങ്ങനെ ആയ സ്ഥിതിക്ക് ഞാൻ പിന്നെ വിചാരിച്ചു ഇനി വെണ്ടക്കയും തക്കാളിയും എല്ലാം കറിയാക്കാം. കുറച്ചൊന്ന് തേങ്ങ അരച്ചിട്ട് കറിയാക്കി എടുക്കാം. അതിക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം ചേർക്കും കേട്ടോ. എനിക്ക് പെരിഞ്ജീരകം ചേർത്തിട്ട് തേങ്ങ അരച്ചെടുക്കണ ഇതിക്ക് പെരിഞ്ജീരകം ചേർത്തുകാണ്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ കറിയും ഞാനിതാ അവിടെ റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിക്കും ഇതേപോലെ തന്നെ ഒന്ന് വറവിട്ടെടുത്താൽ സംഗതി സെറ്റാണ് കേട്ടോ. കറിയും റെഡിയായി. ഇന്ന് ഫുള്ളി ഒരു വെജിറ്റേറിയൻ ഊണാണ് കേട്ടോ. മീൻകാരൻ വന്നിട്ടൊക്കെ ഉണ്ടേനി. മീൻ വാങ്ങണ കാര്യം ഞാനങ്ങോട്ട് മറന്നിട്ടുണ്ടേനി. ഓഗസ്റ്റ് 15 തിരക്ക് കൂടെ ഞാനതാണ് മറന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ മീനും കിട്ടിയില്ല അന്ന്. പിന്നെ ഞാൻ ഇല്ല വെച്ചിട്ട് പിന്നെ കൊണ്ടാട്ടൊക്കെ പൊരിച്ചിട്ട് ഇല്ല വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ ഇതുവരെയാണ് ഞാൻ അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോസ് കേട്ടോ. ഇതുവരെ നിർത്താന്ന് കരുതിയിട്ടുണ്ടേനി. അതാണ് ഞാൻ ഓർത്തത് ഇന്നലെ കെട്ടിയോന്റെ ഭാഗം കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താന്ന് കരുതിയിട്ട് ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ മൂപ്പർക്കൊരു മുട്ട മറ്റേ റോസ്റ്റ് ആക്കി
ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞാണ്ട് നിന്നാണ് കേട്ടോ. മൂപ്പര് എപ്പോഴേലൊക്കെ കുക്ക് ചെയ്യാൻ നിൽക്കുള്ളൂ. അപ്പൊ പിന്നെ ഞാനത് വീഡിയോ എടുത്തതേ ഇനി കേട്ടോ. അപ്പൊ അത് ഈ വീഡിയോയിൽ അങ്ങോട്ട് ആഡ് ചെയ്തതാണേ. എന്നോട് പറഞ്ഞു ഒരു സവോള അരിഞ്ഞൊക്കെ എനിക്ക് പോലെ ഉണ്ടാക്കാനാണ്. പിന്നെ പറഞ്ഞ് വേണ്ട മുട്ട പൊരിച്ചെടുക്കാനാണ് പറഞ്ഞത്. ആ കണ്ട മുട്ട ഉള്ളിയൊക്കെ പാടേക്ക് തട്ടി മുട്ട പൊരിച്ചെടുക്കാൻ നിൽക്കുന്നുണ്ടോ. മൂപ്പർക്ക് ആകെ മുട്ടമ്മല്ല പരിപാടിയേ അറിയുള്ളൂ. ഇപ്പൊ ഞാൻ 2 ദിവസം എങ്ങട്ടേലൊക്കെ മൂപ്പര് ഇട്ട് പോയാലും മൂപ്പര് മുട്ട കുത്തി പൊരിച്ച് ചോറും വെച്ചൊക്കെ അങ്ങനെ ജീവിച്ചു പോകും പാവം. ആൾക്ക് എപ്പോഴേലൊക്കെ ഉള്ളൂ കേട്ടോ ഇതേപോലെ കുക്കിങ്ങിന് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരല്. ആ സമയത്തേ ഉള്ളൂ ഇങ്ങനെ കയറുക. ഇങ്ങനെ കയറുന്ന സമയത്താണെങ്കിലോ കണ്ണു മുന്നിലുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഞാൻ ചിലപ്പോൾ എടുത്തു കൊടുക്കണേ. കുരുമുളക് പൊടിന്റെ മുഖത്ത് കൊക്കിയിട്ട് എന്നോട് ചോദിക്കുക ഏതാ കുരുമുളക് പൊടി. അത് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഏകദേശം ചില സമയത്ത് എടുക്കാത്തവർക്ക് നമുക്ക് എന്നും എടുക്കണവർക്ക് അറിയും. പക്ഷെ ഓൾക്ക് അങ്ങനെ അറിയില്ലല്ലോ. അപ്പൊ അതൊക്കെ എടുത്ത് അതിന്റെ അടുത്ത് സെനിക്കുട്ടനെ എനിക്കും വേണം ഒരു മുട്ട പൊരിച്ചു തരാന്ന് പറഞ്ഞിട്ടോ സ്വന്തമായിട്ട് മുട്ട കുടച്ചു കൊടുത്തിക്കണ് കേട്ടോ. ഞാൻ ഇതുവരെ പരന്ന സകലാപാത്രം കഴുകി വൃത്തിയാക്കി വെച്ച അടുക്കളേനു അയച്ചങ്ങത് വീണ്ടും മൊത്തത്തിൽ ഇവിടെ പരത്തി വെച്ചിരിക്കണം കേട്ടോ. ഇതാണ് ഞാൻ മൂപ്പര വല്ലാണ്ട് കിച്ചണിൽ കയറ്റാത്തത്. കാരണം ഞാൻ 10 മിനിറ്റ് കൊണ്ട് എടുക്കേണ്ട പണി മൂപ്പര ഒരു 1/2 മണിക്കൂറാക്കി തരും. ആദ്യം ഞാൻ പറഞ്ഞില്ലേ മുട്ട റോസ്റ്റ് ഉണ്ടാക്കണ പിന്നെ മുട്ട കുത്തി പൊരിച്ചില്ലായി. ഇപ്പൊ അത് മുട്ട ചോറായിക്കണം കേട്ടോ. അങ്ങനെ മൂപ്പർക്ക് തോന്നുന്നതിനനുസരിച്ച് അതൊക്കെ ഇങ്ങനെ മാറിയിട്ടുണ്ടേനു. അങ്ങനെ 8 മണിക്ക് ഡിന്നർ അവസാനിപ്പിച്ച ഞാനും അതിൽ കഴിച്ചിട്ട് വാരി എത്തിരി തിന്നിട്ടുണ്ടേനെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാട്ടോ. പിന്നെ മൂപ്പര് അധികം മസാലയും കാര്യങ്ങളും ഇടാതെ ഉണ്ടാക്കലാണെങ്കിലും മൂപ്പരത് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സേക്കൂട്ടലും രണ്ടാമത് ചോറ് തിന്നലുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ വരാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.